ചെങ്ങളായി കൊയ്യം മർക്കസിന്റെ സ്കൂൾ ബസ് മറിഞ്ഞ് 29 ദർസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 30 പേർക്ക് പരിക്കേറ്റു. വളക്കൈ കൊയ്യം മയ്യിൽ റോഡിൽ കൊയ്യം മർക്കസിന് സമീപം ഇന്നലെ രാത്രി 7:15ഓടെയാണ് അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് തലകീഴായി മറിയുകയായിരുന്നു. എസ് വളവ് രൂപത്തിലുള്ള പ്രദേശമായ ഇവിടം താഴെ ഏതാനും വീടുകളുമുണ്ട്. ഈ വളവിൽ ഇതിനു മുമ്പും അപകടം ഉണ്ടാകാറുള്ള വളവാണ്. ഇപ്പോൾ നടന്ന റോഡ് പണിയിൽ ഈ വളവ് നീർക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നടപ്പിലായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി ഏകദേശം 7:30 മണിക്കാണ് കൊയ്യം മർക്കസയുടെ വണ്ടി, ഈ കൊയ്യം ഉള്ള നല്ല ഒരു വളവാണ് ഇവിടെ, ഈ വളവിൽ മറിഞ്ഞത് ഇന്നലെ രാത്രി 7:30 മണിക്കാണ്. ഏകദേശം ഒരു 40ഓളം കുട്ടികൾ ആ വണ്ടിയിലുണ്ടായിരുന്നു. മർക്കസേൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു കല്യാണ സ്ഥലത്തേക്ക് കുട്ടികളെ കൂട്ടിയിട്ട് വരുന്ന സമയത്താണ് ഈ വണ്ടി മറിഞ്ഞത്. ആ മറിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒച്ച കേട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ കുട്ടികളൊക്കെ പുറത്തേക്ക് എടുത്തു. തലകീഴായിട്ടാണ് വണ്ടി മറിഞ്ഞത്. കുട്ടികളൊക്കെ പുറത്തേക്ക് എടുത്തു. ആ സ്പോട്ടിൽ തന്നെ അതേ സമയത്ത് തന്നെ ഇവിടെ ഓടുന്ന ഒരു ലൈൻ ബസ് ഉണ്ടായിരുന്നു. ആ ലൈൻ ബസ്സിൽ കുട്ടികളെ എല്ലാവരും എടുത്ത് കയറ്റി മയ്യിൽ MM ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്നപ്പോൾ ഒരു 4-5 കുട്ടികൾക്ക് വളരെ നല്ല പരിക്കുള്ള കുട്ടികളാണ്. അവരെ കണ്ണൂരേക്ക് AKG ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. AKG ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് 4 കുട്ടികളെ കോഴിക്കോടേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. ഇപ്പോഴവിടെ 12 കുട്ടികൾ AKG ആശുപത്രിയിൽ, 4 കുട്ടികൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ, 1 കുട്ടി MM ആശുപത്രി മയ്യിലുമാണ് ഉള്ളത്. ഇവിടെ ഈ കുടുംബളവിൽ 2 മരത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് അത് ആ വണ്ടി മറിഞ്ഞപ്പോൾ, തലകീഴായി മറിഞ്ഞപ്പോൾ 2 മരത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ആണ് വണ്ടി നിന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ താഴെ വലിയൊരു കുഴിയാണ്. ആ കുഴിയിലേക്കാണ് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആ മരത്തിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുട്ടികൾ വലിയൊരു അപകടം പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ 4 കുട്ടികൾക്ക് നല്ല കാലിനും കൈക്കൊക്കെ നല്ല പരിക്കാണ്. കഴുത്തിന് പരിക്കുള്ള ഒരു കുട്ടിയുണ്ട്. അവരെയാണ് കോഴിക്കോടേക്ക് മാറ്റുന്നത്. നമ്മളൊരു ഒച്ച കേട്ടിട്ടാണ് വന്നത്. കുട്ടികൾ കരയുന്നെല്ലാം കേട്ടിട്ട് വന്ന് നോക്കുമ്പോഴേക്കും മുഴുവൻ ഇങ്ങനെ വണ്ടി മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഒരു 10-30 പേരെ ഇങ്ങനെ വണ്ടിയിൽ നമ്മൾ അപ്പോടെ ലൈൻ ബസ് വന്ന് അവരോട് പറഞ്ഞ് മയ്യിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-30 ആളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏകദേശം ഇത് എവിടെ അപകടം നടന്ന സ്ഥലം? കൊയ്യം രാജകുമാരവാഞ്ചാലക്കും അതുപോലെ തന്നെ പിന്നെ കൊയ്യം കള്ളിഷാപ്പിനും ഇടയിൽ ഒരു വളവുണ്ട്. എപ്പോഴും സ്ഥിരം അപകടം നടക്കുന്ന ഒരു വളവായത്. ഇത് വണ്ടി ഇപ്പം എങ്ങനെ നിൽക്കുന്ന സംഭവം ഭയങ്കര ഡേഞ്ചറാണോ? എങ്ങനെയാണ് വണ്ടി ഇപ്പം ടയർ മേലോട്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഗുരുതരമായിട്ട് പരിക്കുണ്ടോ? എങ്ങനെയാണ് സംഭവം? എടുക്കും 2 പേരെ കാല് പൊട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി എടുത്ത ഒരാളും അതുപോലെ തന്നെ പിന്നെ വേറൊരാളും. അവരെ 2 ആളെ നമ്മൾ ഒരു കാറിൽ കയറ്റിട്ട് വിടുന്നതിന് അവർ കാല് പൊട്ടി ഒരാൾ നേർന്നുണ്ട്. ഇത് വണ്ടീൻ്റെ അവസ്ഥ എങ്ങനെ നിലവിലെങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്? വണ്ടി ടയർ മേലോട്ടായിട്ടില്ലേ? ടയർ മേലോട്ടായിട്ട് അല്ല പൊക്കയിലേക്ക് മറിയാം. എങ്ങനെയാണ് സംഭവം? ഇല്ല, അതൊരു മരത്തിന് തട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് സ്ഥിരം അപകട വളവാണോ? എങ്ങനെയാണ്? സ്ഥിരമായിട്ട് അപകടം നടക്കുന്നതാണ്. അത് നമ്മൾ ഇന്നാളെ നിർക്കണമെന്ന് ആ റോഡ് പണീൻ്റെ സമയത്ത് പറഞ്ഞതാണ്. പക്ഷേ അത് ഫലപ്രദമായിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ കിടക്കുകയും. ബസ് മരക്കുറ്റിയിൽ താങ്ങി നിന്നതിനാലാണ് വൻ അപകടം ഒഴിവായത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മർക്കസിൽ താമസിച്ച് പഠിക്കുന്നവരാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇവരെ ഉടൻ തന്നെ മയ്യിലെ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചിരുന്നു. 4 പേരെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനം സംഭവ സ്ഥലത്ത് നിന്നും ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് VP മോഹനൻ, കോൺഗ്രസ് നേതാവ് കൊയ്യൻ ജനാർദ്ദനൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിക്കേറ്റവരെ സന്ദർശിച്ചു.